ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കനേഡിയൻ മലബാറി. ഈ പാട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എങ്ങോട്ടാന്നല്ലേ ഞങ്ങൾ പോകുന്നത് ഇപ്പം ഐക്യ ഷോറൂമിലാണ്. അപ്പോൾ കുറച്ചൊരു ഷോപ്പിങ്സും പിന്നെ നിങ്ങൾക്കും കുറച്ച് ഐക്യയുടെ സ്പെഷ്യാലിറ്റീസൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഐക്യയിലോട്ട് പോയാലോ. ഐക്യ ഇപ്പം നമ്മൾ ഇന്ത്യയിലുണ്ട് കേട്ടോ, ബാംഗ്ലൂരിലുണ്ട്, മുംബൈയിലൊക്കെ ഉണ്ട്. ഐക്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമ്മളിപ്പോൾ പുതുതായിട്ട് വീടൊക്കെ എടുത്തിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഐക്യ. പല തരത്തിലുള്ള ഇപ്പം ബെഡ്റൂം എങ്ങനെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു കിച്ചൺ എങ്ങനെ ഉണ്ടാവണം, ഒരു വർക്ക് സ്പേസ് എങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന നമുക്കൊരു ഐഡിയ ഒക്കെ തരുന്ന ഒരു സംഭവം കൂടിയാണ് ഐക്യ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഐക്യയിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പാർക്കിംഗ് സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേസിങ് ആണ്. ഭയങ്കര വലിയൊരു പാർക്കിംഗ് സ്ലോട്ട് തന്നെയാണ് ഇവിടെ ഐക്യക്കുള്ളത്. ഇവിടെ ഫേർണിച്ചേഴ്സും പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസും മാത്രമല്ല, ഇവിടെ നമുക്ക് കുറേ പ്ലാന്റ്സ് കിട്ടുന്നുണ്ട്. ഒരു വീട് എങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ള ഐറ്റംസ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടും കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങളെ മടുപ്പിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പോയി കണ്ടു. ഓക്കെ, ഇതൊക്കെ കിഡ് സെക്ഷനാണ്. നമുക്ക് നമ്മളുടെ ബാഗ്സും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പ്ലേസും കൂടെയാണ് ഇവിടെ. ഇത് കണ്ടോ, ഒരു ബെഡ്റൂം എങ്ങനെ ഉണ്ടാവണം എന്നുള്ളൊരു സ്പേസാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒരു വലിയൊരു കിങ് സൈസ് ബെഡ്റൂം. ഇത് കിച്ചണാണ്. ഇവിടെ കാണുന്ന ഓരോ ചെറിയ സാധനങ്ങൾക്ക് വരെ പ്രൈസ് ടാഗ് ഉണ്ട്. ഓക്കെ, നമുക്കിതിൽ നിന്ന് എന്ത് വേണമെങ്കിലും പ്രൈസ് ടാഗിൻ്റെ ഇത് നോക്കിയിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ്. ഈച്ച് ആൻഡ് എവ്രിതിങ് ഹാസ് ഗോട്ട് എ പ്രൈസ് ടാഗ്. ഇതൊരു ഓപ്പൺ ഹാൾ കിച്ചൺ സെറ്റപ്പ് ആട്ടോ. ഇവിടെ നമുക്ക് ഹാൾ അറേഞ്ച് ചെയ്യാം. ഇവിടെ മോസ്റ്റ് കനേഡിയൻ വീട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കിച്ചണും ഹാളൊക്കെ ഒരുമിച്ചിട്ട് തന്നെ ആയിരിക്കും. അപ്പം അതിൻ്റെ ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത്. ഇതുണ്ടല്ലോ, ഇവിടെ ഐക്യയിൽ എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ മോണിറ്റർ വൈസും കണ്ടുനോക്കാവുന്നതാണ്. അതായത് ഈ ഒരു സ്റ്റോറിൽ അവൈലബിൾ ആണോ എന്നും കൂടി നമുക്കറിയാൻ പറ്റും. ഐക്യയുടെ ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ. ഈച്ച് ആൻഡ് എവറി ഫർണിച്ചർ ആയാലും ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയാലും നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഇവിടെ സുഖമായിട്ട് സാധനം കിട്ടും കേട്ടോ. ഈ സോഫാസ് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ബഡ്ജറ്റ് ആണോ നമ്മളുടെ മൈൻഡിലുള്ളത് അതിനനുസരിച്ച് നമുക്ക് സാധനം കിട്ടും. ഇതൊരു ലിവിങ് റൂമിലോട്ട് എന്തൊക്കെ വേണമെന്നുള്ള ഒരു പ്രോഡക്ട്സിൻ്റെ സെഷനാണിത്.
ലൈക്ക് നമ്മുടെ എന്താ പറയുക ടേബിളുണ്ട്, ഇവിടെ ടി വി, ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ആ കാണുന്ന ആരോ മാർക്ക് ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്യാതെ പോയെങ്കിലേ പണി കിട്ടും കേട്ടോ. കാരണം ഐക്യ ഷോറൂം ഭയങ്കര വലിയൊരു ഷോറൂമാണ്. അപ്പം നമ്മൾ ആ ആരോ മാർക്ക് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ തിരിഞ്ഞ് കറങ്ങേണ്ടി വരും. ഇതൊരു പിള്ളേരുടെ സെക്ഷനാണ് കേട്ടോ. സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബെഡ്റൂം എങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ തരുന്ന ഒരു സെക്ഷനാണ്. ഈ കാണുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം എനിക്കൊരു എന്താ ബ്ലാക്കിഷ് ആൻഡ് ആ ഒരു കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡാർക്ക് ഷെയ്ഡുള്ള ഒരു വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പാണിത്. നമ്മൾ ഐക്യ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോൺ വഴി ഈ ഒരു ഏത് QR കോഡ് ഇതുണ്ടല്ലോ, ഐക്യ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൺ കാർഡിൽ സ്കാൻ ചെയ്തു. അപ്പോൾ അത് ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഈ കാർഡിൽ ഇൻക്ലൂഡ് ആകും. കാരണം ഐക്യയിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉള്ളതുകൊണ്ട് ഏതാ നമുക്ക് വേണ്ടതെന്ന് ഓർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ടോ നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റ്സ് വേണം, എന്തൊക്കെ അതിൽ നിന്ന് മൈനസ് ചെയ്യണം മനസ്സിലാവും. ഇവിടെ ഐക്യയിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം എടുക്കാനൊക്കെ തോന്നും. അത്രയ്ക്കും ടെംപ്റ്റിംഗ് ആണ് ഐക്യ എന്ന് പറയുന്നത്. ഇവനൊരു ചെറിയ പ്ലാന്റ് ആയാലും സ്പൂണായാലും നമ്മളോട് എടുത്തു പോകും. പിന്നെ ഇവിടെ സാധനം വാങ്ങണമെന്ന് മാത്രമല്ല, നമുക്കൊരു ഐഡിയ കൂടി കിട്ടുമല്ലോ. നമ്മുടെ വീടൊക്കെ എങ്ങനെ ഉണ്ടാവണം, വീടൊക്കെ എങ്ങനെ കംപ്ലീറ്റ്ലി ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഐക്യ ഇവനൊരു സ്മോൾ പ്ലാന്റ് ആയാലും നമ്മളോട് അങ്ങ് വാങ്ങിച്ചു. ഇവിടെ സാധനം വാങ്ങാൻ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു വീടൊക്കെ ഒരു റൂമൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കിച്ചൺസിൽ എന്തൊക്കെ ഐറ്റം വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. ഇത് നമ്മളുടെ ഒരു ബാർബിക്യൂ സെറ്റപ്പാണ്. ഇവിടെ ബാൽക്കണീസ് ഒക്കെ ഉള്ള വീടാണെങ്കിൽ നമുക്ക് ബാർബിക്യൂ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളൊരു ഐഡിയയും കൂടി കിട്ടും. ബാൽക്കണി ഒക്കെ ഉള്ള വീടാണെങ്കിൽ ഈ ഒരു ബാർബിക്യൂ സെറ്റപ്പ് ഭയങ്കര ഹൈലി റെക്കമെൻഡ് ആട്ടോ. നല്ല ഭംഗിയുണ്ടാവും. ഞാനിങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്ത് പറയുന്നുണ്ടായി, നമുക്കൊരു ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു ബാൽക്കണി ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ബാർബിക്യൂ സെറ്റപ്പ് ഒക്കെ ചെയ്യണം. ഐക്യയുടെ ടീം മെമ്പേഴ്സിൻ്റെ ഒക്കെ യൂണിഫോമിൻ്റെ പുറകെ ഈ ഹെയ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ് കാണാം. അതിനർത്ഥം സ്വീഡിഷിലെ ഹലോ ഹായ് എന്നൊരു മീനിങ് ആട്ടോ. പിന്നെ ഐക്യ ഒരു സ്വീഡിഷ് കമ്പനി ആണല്ലോ.
ബെഡൊക്കെ വാങ്ങുമ്പോഴേ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടൊക്കെ ബെഡ് എടുക്കാം. ഇവിടെ ജസ്റ്റ് ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ നമുക്ക് ഒരു ബെഡിൽ ലൈ ഡൗൺ ചെയ്തിട്ട് നമുക്ക് അത് കംഫർട്ടബിളാണ് നോക്കിയിട്ട് എന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൂടി അയക്കട്ടെ. അതിനൊന്നും ഇവിടെ ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ട്രൈ ചെയ്യുന്നത് ഈവൻ സോഫാസ് ആയാലും ബെഡ് ആയാലും ഈവൻ എന്താ കുഷൻസ് ഒക്കെ ആയാലും നമുക്കത് ട്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതൊരു ഗേൾ ബേബിയുടെ റൂം സെറ്റപ്പ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ഐക്യയില് ഫർണിച്ചേഴ്സും പിന്നെ ഹോം അപ്ലയൻസും മാത്രമല്ല ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പിനെ കേട്ടോ. സ്വീഡിഷ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുത്തെ ഐക്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് അവരുടെ റെസ്റ്റോറൻറ്റ് വഴിയും കൂടിയാണ്. ഇവിടെ ഫർണിച്ചേഴ്സും ഹോം അപ്ലയൻസും മാത്രമല്ല ഇവിടെ സ്വീഡിഷ് റെസ്റ്റോറൻറ്റും ഉണ്ട്. ഐക്യയുടെ മെയിൻ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റ് വഴിയും കൂടിയാണ്. നമുക്ക് ബില്ലെടുത്തിട്ട് കുറച്ചേരം കൂടി നിൽക്കാം. ഫുഡൊക്കെ കഴിക്കാം. ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പിന്നെ നോക്കാം കുറച്ചേരം. നിൽക്കാൻ പറ്റില്ല. നമുക്ക് വീട്ടിലൂടെ പണിയില്ലേ, വെറുതെ എവിടെ ഇരിക്കാൻ പറ്റില്ല. വീട്ടിലൂടെ പണിയുണ്ട്. പണിയില്ല. ഇത് ലോണ്ടറി റൂം അല്ലേ? ഇത് ഹോം ഡെക്കറേറ്റ് ചെയ്യേണ്ട പ്ലാൻസ് ഒക്കെ കിട്ടുന്ന സ്പേസ് ആട്ടോ. അങ്ങനെ തളർന്ന് ക്ഷീണിച്ചെത്തിയപ്പം നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞാൻ എന്നിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നമുക്കിന്ന് കഴിച്ചിട്ടാവാം മുമ്പോട്ടുള്ള യാത്ര. ഇവിടെ ഒരു ബുഫേ സെറ്റപ്പ് ആട്ടോ. ഈ കാണുന്ന മോണിറ്ററിൽ അവിടെ കംപ്ലീറ്റ് മെന്യൂസും ഫീച്ചർ ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഏതാണോ വേണ്ടതെന്നുള്ളത് ഓർത്തെടുത്തിട്ട് ഈ ലൈനിൽ പോകുമ്പം ആ മെന്യൂസൊക്കെ കാണും. ചിലപ്പം അവിടെ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഓൾറെഡി ഒരു ടീം മെമ്പർ നിൽക്കുന്നുണ്ടാവും. എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലേറ്റ് എടുത്തിട്ട് അതിനൊരു ട്രോളി ഉണ്ടാവും. അപ്പോൾ അതിൽ വെച്ചിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് എടുത്തുതരും. അതിൻ്റെ പ്രൈസസും ഓൾറെഡി ഇങ്ങനെ നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും. അപ്പം ഞാനും വിഷ്ണു എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വീഡിഷ് മീറ്റ് ബോൾസ് ആയിരുന്നു ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ ആക്ച്വലി ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ എടുക്കാതെ വിചാരിച്ചതാണ്. പിന്നെ മീറ്റ് ബോൾ വിഷ്ണു എൻ്റെ അടുത്ത് പറഞ്ഞു ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി മീറ്റ് ബോളാണ്, നീ അതൊന്ന് ട്രൈ ചെയ്യുന്നു പറഞ്ഞു. ഞാനതൊന്നും എടുത്തത് എന്തായാലും നന്നായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുഡിംഗ് ആണ്. ഞങ്ങൾ മീറ്റ് ബോൾ മാത്രമല്ല ഒരു റെയിൻബോ കേക്കും കൂടി എടുത്ത് അതിൻ്റെ കളർ എന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ഫുഡ്. പിന്നെ ഐക്യയുടെ ഒരു മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഫ്രീ ഹോട്ട് കോഫീസും ടീസൊക്കെ ഫ്രീ തന്നെയായിരുന്നു. ഹോട്ടൊന്നും ആയിരുന്നില്ല, തണുത്ത കോഫിയായിരുന്നു കിട്ടും. എങ്ങനെയുണ്ട് വിഷ്ണു?
കൊള്ളാവോ? ഓക്കെ വേർത്ത്? മീറ്റ് ബോൾസ് എങ്ങനെയുണ്ട്? കഴിച്ചിട്ടില്ല കഴിക്കണം. How's it? Good? നല്ല വിശപ്പും പിന്നെ അത്യാവശ്യം ഫുഡ് കുറച്ച് ടേസ്റ്റി ആയിട്ടും ഇതാ ഈ ഒരു അവസ്ഥ എത്താൻ അത്ര സമയമൊന്നും വേണ്ടി വന്നിട്ടില്ല. ഇനി നമ്മൾ പോകുന്നത് വീട്ടിലോട്ട് വേണ്ടുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ മാറ്റ്, കുറച്ച് വെസൽസ്, പിന്നെ ഇത് ഇങ്ങനത്തെ ബാത്റൂം ബ്രഷ്, അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു ഫ്ലോർ തന്നെയാണ് കംപ്ലീറ്റ്ലി. ഈ കാണുന്ന വെസലുണ്ടല്ലോ, അതൊരു എന്താ പറയുക $7.99 തോന്നുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ 3 ഓൾറെഡി പാത്രങ്ങളുണ്ടായി. സോ വിഷ്ണു ഭയങ്കര കൺഫ്യൂസ് ആണ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു എന്തായാലും അതിൻ്റെ മുകളിൽ എഴുതിയ സ്ഥിതിക്ക് സംഭവം കറക്റ്റ് ആയിരിക്കുമല്ലോ. വിഷ്ണു പറഞ്ഞു എന്നാലും ഇതൊരു സർപ്രൈസ് ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ഭയങ്കര ബെനിഫിറ്റ് തന്നെയാന്നൊക്കെ വിചാരിച്ച് രണ്ടും കൽപ്പിച്ചിട്ട് ബസ്സിലെടുത്തിട്ട് വന്നു. പിന്നെ ഇതാണ്ടോ നല്ല ക്യൂട്ടായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ജാർസ് ഒക്കെ അവൈലബിൾ ആട്ടോ. നമ്മളെ പഞ്ചസാര ice pop maker 4-pack. This one is 4 jar. എടുത്താലോ? പിന്നെ നൈഫും കട്ടിംഗ് ബോർഡൊക്കെ വിഷ്ണുവിൻ്റെ എന്നും ഒരു വീക്ക്നെസ് ആണ്. എവിടെ പോയാലും ഫസ്റ്റ് നോക്കുന്നത് ഈ 2 സാധനങ്ങളായിരിക്കും. അതെ, അവസാനം ഇതിൽ നിന്ന് എന്തോ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനത്തെ ജാറൊക്കെ എടുത്ത് വെക്കാൻ, കുറേ ചോക്ലേറ്റ്സ് ഒക്കെ നിറച്ച് വെക്കാം. ഇവിടെ ചോക്ലേറ്റ് അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിട്ടേക്കുന്ന ആവശ്യം. പിന്നെ ഓ നൈസ്. നമുക്ക് ഷുഗറും ഇത് കേർട്ടൻസ് ആട്ടോ. വീഡിയോ ഇത് കേർട്ടൻസ് സെക്ഷൻ. ബ്ലാക്ക് ഔട്ട്സ് ഉണ്ട്, റൂം ഡാർക്കനിങ്. ഒരുപാട് ഡാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ലൈറ്റ് അതിൻ്റെയാണോ റേറ്റ്?
നമുക്കിവിടെ ഏത് പ്രോഡക്റ്റ് ഇഷ്ടമായാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിൻ്റെ ബാർകോഡ് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് അവിടെ ടീം മെമ്പേഴ്സൊക്കെ ഉണ്ടാവും, ഒരു മോണിറ്റർ സൈഡിൽ നിൽക്കുന്നുണ്ടാവും. ആ ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് ഈ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവരതിൻ്റെ കോസ്റ്റും അവൈലബിലിറ്റിയോ ഡിഫറെൻറ്റ് കളേഴ്സ് ഓപ്ഷൻസ് എന്തുകൊണ്ട് അവർ പറഞ്ഞുതരും ചെയ്യും. അപ്പം തന്നെ നിങ്ങൾക്ക് ബില്ലും ചെയ്യാം കേട്ടോ. പക്ഷേ ക്യാഷ് കൗണ്ടറിൽ വന്നിട്ട് വേണം പേയ്മെൻറ്റ് നടത്താൻ. ഒരുപാട് ആർട്ടിഫിഷ്യൽസും റിയൽ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. ഭയങ്കര നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ. ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്, പക്ഷേങ്കിൽ കുറച്ചൊരു എക്സ്പെൻസീവും ആണ്, പക്ഷേങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മുടെ ഈ വാർഡ്രോബ്സിൻ്റെ ഇവിടെ കാണുന്ന പോട്ട്സ് ഡിഫറെൻറ്റ് റേറ്റും പ്ലാന്റ് ഡിഫറെൻറ്റ് റേറ്റും കേട്ടോ. അത് രണ്ടും കൂടി അവർ സെറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളൂ. ബട്ട് അതിന് ഡിഫറെൻറ്റ് റേറ്റ് ആയിരിക്കും രണ്ടിനും കൂടിയിട്ട്. ഇനി സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ്. അപ്പോഴാണ് ഈ വെയർ ഹൗസ് ഉണ്ടല്ലോ, ഭയങ്കര വലിയ വെയർ ഹൗസാണ്. ഒരുപാട് അയൽസ് ഉണ്ട്. എനിക്കറിയില്ല അതിൻ്റെ എത്രത്തോളം ഇവിടെ വീഡിയോയിൽ കവറായിട്ടുണ്ടെന്നുള്ള, പക്ഷെ ഭയങ്കര വലിയ വെയർ ഹൗസാണ്. ഐക്യക്കുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ നിന്നാണ് അവർ ഡെലിവറി ചെയ്യുന്നതും അല്ലെങ്കിൽ എടുത്തിരുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ചെയ്യേണ്ടതും. ഒരുപാട് പലതരത്തിലുള്ള അയൽസും ഇവിടെ ഉണ്ട്. ഓരോരോ പ്രോഡക്റ്റിന് ഓരോരോ അയൽസാണ് ഇവിടെ. ഇങ്ങനെ ആയിൽ വയസ്സ് ഉണ്ടാവില്ലേ? ഇത് കംപ്ലീറ്റ്ലി ചെക്കൗട്ട് സ്പോൺസർ. ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ ഓക്കെ ചെക്കൗട്ട് ചെയ്ത് കാണാം. എങ്ങനെയുണ്ടായി? കുറച്ച് സമയം എടുത്തല്ലേ? നമ്മൾ ബില്ല് ചെയ്യുന്നതാ, അത് സ്കാൻ ചെയ്തിട്ട്. ഹായ്, സ്കാൻ ചെയ്ത് കാണിക്കാം. ചെക്കൗട്ട് ചെയ്യുന്ന പോയിന്റ്സിൻ്റെ അടുത്തും കുറച്ചൊരു റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടായി. എൻ്റെ മെമ്പർഷിപ്പിൽ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. നിങ്ങളിനി എപ്പോഴൊക്കെ ഐക്യയിൽ പോകുന്ന എന്നെയും കൊണ്ടുവരണം. കുടുംബത്തിൽ ഒരാൾക്കേ പാടുള്ളൂ.
എന്നെ പിന്നെ ഐക്യയിലോട്ട് കൊണ്ടുവരുന്ന ട്രിക്കായിരുന്നു കേട്ടോ. മെമ്പർഷിപ്പുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് അവിടെ കോഫി കൊടുക്കുന്നത്. വിഷുവിന് തീരെ ഇഷ്ടമായില്ല, അപ്പോൾ അതിൻ്റെ പറയലായിരുന്നു. പിന്നെ ഐക്യയിലോട്ട് വരുമ്പം 1 hour കൊണ്ട് ഐക്യ വിസിറ്റ് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല കേട്ടോ. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 12 o'clock ഉള്ളിൽ കയറിയതാണ്. ഇറങ്ങിയത് ഒരു 2:30 ഒക്കെ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഹോപ്സോ നിങ്ങൾക്ക് ഈ ഐക്യ വിസിറ്റൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണു. അപ്പം എല്ലാവരും ഐക്യയിലോട്ട് പോവാ, സാധനങ്ങൾ വാങ്ങുക. അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സ്റ്റേ ട്യൂൺ.